ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടയർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഫിഷ് പോണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കാറിന്റെ ടയർ യൂസ് ചെയ്താലാണ് നമ്മൾ ഈ ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഷ് പോണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു ടയർ എടുത്തിട്ടുണ്ട്, ഒരു പഴയ ടയർ. അത് നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ കട്ട് ചെയ്യാനാണുള്ളത്. അതിനായിട്ട് നമ്മൾ ഒരു കൂർപ്പുള്ള ഒരു കത്രിക എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൽ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണുമ്പോൾ കുറച്ചൊക്കെ റിസ്ക് ആയിരിക്കും, പക്ഷേ നമുക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പീസ് നമുക്ക് അവസാനം ആവശ്യമുണ്ട്, അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പിന്നെ നമുക്ക് ഇതേപോലത്തെ കുറച്ച് കെട്ട് കമ്പി ആവശ്യമുണ്ട്. നമ്മൾ ടയറിൽ കെട്ടി കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കെട്ട് കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു കൂർപ്പുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ഹോൾട്ട് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ കെട്ട് കമ്പി കെട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും നമ്മളൊരു ഹോൾട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി നമ്മൾ അവിടെ കെട്ടി കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു 2-3 ലെയർ നമുക്ക് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ നമുക്ക് കമ്പി കെട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ലെവലായിട്ടുള്ള സ്ഥലത്ത് ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ടയർ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ വെച്ചാണ് ഇത് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് കോൺക്രീറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു ബക്കറ്റ് മണലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ബക്കറ്റ് മെറ്റൽ. പിന്നെ നമുക്ക് കുറച്ചുകൂടി മണൽ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ബക്കറ്റ് കൂടി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ 1 കിലോ സിമെൻ്റാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലോണം കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ദിവസം ഇത് ഉണങ്ങാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം നമ്മൾ സിമെൻറ്റൊക്കെ നല്ലോണം ഉറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാനാണ്. നമ്മളിപ്പോൾ ഒരു 20 രൂപേൻ്റെ ഒരു ബോട്ടിൽ പെയിൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറ്. ഇത് നമുക്ക് ഇതിൽ നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ ഹോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് നല്ലോണം ലൂസാക്കി തന്നെ അടിച്ചു കൊടുക്കുക. എന്നാൽ നമ്മളെ ഹോളുകളൊക്കെ നല്ലോണം അടഞ്ഞ് സെറ്റായിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 3 ദിവസം ഇത് ഉണങ്ങാനായിട്ട് വെക്കണം, എന്നാലേ നല്ലോണം ഉണങ്ങുള്ളൂ.
നമ്മളെ പൈറ്റൊക്കെ നല്ലോണം ഉറച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ പൈറ്റ് പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സിമെന്റ് ഇട്ടപ്പോൾ കുറച്ച് സിമെന്റ് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ഇളക്കിയപ്പോൾ പോകുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മൾ അടിയിലായിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഷീറ്റാണ്. ഇതിന്റെ ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്ത ഷീറ്റാണ് നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മീൻ ഇടുന്നതിന്റെ മുന്നായിട്ട് ഒരു പ്രാവശ്യം വെള്ളം നല്ലോണം നിറച്ച് ആ വെള്ളം കളഞ്ഞ് അടുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മീൻ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മീൻ ചത്തു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അക്വേറിയത്തിൽ ഇടുന്ന കല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 2 ഗോൾഡ് ഡിഷ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്കിതിനായിട്ട് ചെലവായത് ഏകദേശം 50 രൂപയാണ്. അതായത് നമ്മൾ പൈന്റിന് 20 രൂപയും അതുപോലെ തന്നെ ടയറിന് 30 രൂപയും. പിന്നെ സിമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനൊന്നും ചെലവ് വന്നിട്ടില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉള്ള മെത്തേഡ് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.